കേരളത്തിൽ നിന്ന് ഡൽഹി, മണാലി, ഷിംല, കശ്മീർ എന്നീ സ്ഥലങ്ങളിലൊക്കെ സുഖമായിട്ട് പോകാൻ പറ്റിയ ഒരു ട്രെയിനിനെ കുറിച്ച് പരിചയപ്പെട്ടാലോ? എല്ലാ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും തിരുവനന്തപുരം നോർത്തിൽ നിന്ന് പുറപ്പെട്ട് 2 ദിവസം കഴിഞ്ഞ് ചണ്ഡീഗഡിലെത്തുന്ന ഇന്ത്യയിൽ ഏറ്റവും ദൂരം ഓടുന്ന സമ്പർക്രാന്തി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഈ വണ്ടിയുടെ കോച്ചിങ് കോമ്പോസിഷൻ നോക്കിയാലോ, സ്ലീപ്പർ 6 തേർഡ് AC എക്കണോമി 2 തേർഡ് AC 4 സെക്കൻഡ് AC 2 ഫസ്റ്റ് AC കം സെക്കൻഡ് AC 1 അൺറിസർവ്ഡ് 4 മാത്രമേ ഇതിനുള്ളൂ. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഈ വണ്ടിയിൽ അംഗവൈകല്യമുള്ളവർക്ക് യാത്ര ചെയ്യാനുള്ള ഒരു കോച്ച് പോലും ഇല്ല. ഇതിന്റെ ടിക്കറ്റ് ഫെയർ നോക്കുകയാണെങ്കിൽ അൺറിസർവ്ഡിന് 585 രൂപയും സ്ലീപ്പറിന് 1150 രൂപയും തേർഡ് AC എക്കണോമിക്ക് 2745 രൂപയും തേർഡ് ACക്ക് 2825 രൂപയും സെക്കൻഡ് ACക്ക് 4085 രൂപയും ഫസ്റ്റ് ACക്ക് 6905 രൂപയുമാണ് വരുന്നത്. ഈ വണ്ടി ചണ്ഡീഗഡിൽ നിന്നും പുറപ്പെട്ട് തിരുവനന്തപുരം നോർത്തിലെത്തി തിരിച്ച് ചണ്ഡീഗഡിലേക്ക് പോകുന്ന വണ്ടിയാണ്. അപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഇതിന് 51 മണിക്കൂറാണ് ഈ വണ്ടി ഉപയോഗിക്കുന്നത്. ആ സമയത്ത് ഈ വണ്ടിയുടെ നമ്പർ 1221 എന്ന നമ്പറിലും ചണ്ഡീഗഡിലേക്ക് പോകുമ്പോൾ 1221A എന്ന നമ്പറിലുമാണ് സർവീസ് നടത്തുന്നത്. ചണ്ഡീഗഡിലേക്ക് പോകുമ്പോൾ 48 മണിക്കൂർ 40 മിനിറ്റും മാത്രമേ ഇത് ഉപയോഗിക്കുന്നുള്ളൂ. 3888 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഈ വണ്ടിക്ക് വെറും 26 സ്റ്റോപ്പുകൾ മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരം നോർത്തിലേക്ക് എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ചണ്ഡീഗഡിൽ നിന്ന് പുറപ്പെടുകയെങ്കിലും തിരുവനന്തപുരം നോർത്തിൽ നിന്ന് ചണ്ഡീഗഡിലേക്ക് എല്ലാ ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമാണ് പുറപ്പെടുന്നത്. ഈ വണ്ടിയുടെ സമയങ്ങൾ നോക്കിയാലോ, തിരുവനന്തപുരം നോർത്തിൽ നിന്ന് രാവിലെ 9:10 പുറപ്പെട്ടാൽ 10:05 കൊല്ലം ജംഗ്ഷൻ, 10:42 കായംകുളം ജംഗ്ഷൻ, 11:20 ആലപ്പുഴ, 12:50 എറണാകുളം ജംഗ്ഷൻ, 2:09 തൃശ്ശൂര്, 3:05 ഷൊർണൂർ ജംഗ്ഷൻ, 3:48 തിരൂര്, 4:27 കോഴിക്കോട്, 5:52 കണ്ണൂര്, 7:03 കാസർഗോഡ്, 8:05 മംഗളൂർ ജംഗ്ഷൻ, 9:20 ഉടുപ്പി. ആ ദിവസം അവസാനിക്കുകയാണ്. ഇനി രണ്ടാം ദിവസമായ ഞായറാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച 1:05 മഡ്ഗോൺ ജംഗ്ഷൻ, 4:50 രത്നഗിരി, 9:15 റോഹ, 10:32 പൻവൽ. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉച്ചഭക്ഷണം അവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. കേരളത്തിന്റെ തനിമയാർന്ന ഭക്ഷണം അവിടെ നിന്ന് നമുക്ക് ലഭിക്കും. 12:35 വസായി റോഡ്, 3:26 സൂറത്ത്, 5:04 വഡോദര, 8:48 രത്ലം, 11:51 കോട്ട. ഈ സ്റ്റോപ്പ് കഴിഞ്ഞ രാത്രി ഇനി 6 മണിക്കൂറോളം നോൺ സ്റ്റോപ്പ് ആണ്. പിറ്റേ ദിവസം രാവിലെ 5:33 ഹസ്രത്ത് നിസാമുദ്ദീൻ, 6:10 ഡൽഹി, 9:03 അംബാല കണ്ടോൺമെന്റ് ജംഗ്ഷൻ, 9:50 ചണ്ഡീഗഡ് ജംഗ്ഷൻ. ഞങ്ങൾ ഈ വണ്ടിക്ക് തിങ്കളാഴ്ച കേരളത്തിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് പോയ സമയത്ത് ആ വണ്ടി ബുധനാഴ്ച രാവിലെ 6:10 തന്നെ, അതിനു മുമ്പ് തന്നെ എത്തിയെന്നാണ് ഓർമ്മ. അധികം ഡിലേ ഇല്ലാതെ നല്ല സുഖമായിട്ട് ജനറൽ പോകാൻ പറ്റിയ ഒരു വണ്ടിയും കൂടിയാണ്. അതുപോലെ തന്നെ ഈ വണ്ടിക്ക് ടിക്കറ്റ് കിട്ടണമെങ്കിൽ ഈ വണ്ടിയുടെ ചാർട്ട് ഓപ്പൺ ആകുന്ന സമയത്ത് തന്നെ ബുക്ക് ചെയ്യേണ്ട ആവശ്യവുമുണ്ട്. ഇനി ഈ വണ്ടി അടുത്ത അഥവാ ചണ്ഡീഗഡിൽ നിന്ന് തിരുവനന്തപുരം നോർത്തിലേക്ക് വരുമ്പോൾ നിർത്തുന്ന സ്റ്റോപ്പുകളും എത്തിച്ചേരുന്ന സമയം നോക്കിയാലോ, 9:30 ചണ്ഡീഗഡിൽ നിന്ന് പുറപ്പെട്ടാൽ 10:15 അംബാല കണ്ടോൺമെന്റ് ജംഗ്ഷൻ, 12:55 ന്യൂഡൽഹി, 1:21 ഹസ്രത്ത് നിസാമുദ്ദീൻ, വൈകുന്നേരം 6:05 കോട്ട ജംഗ്ഷൻ അഥവാ 1:21 ശേഷം 5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കോട്ടയിലെത്തുന്നത്. 9:30 രത്ലം. ആ ദിവസം അവസാനിച്ചു. 1:15 വഡോദര, 3 മണിക്ക് സൂറത്ത്, 6 മണിക്ക് വസായി റോഡ്, 7:27 പൻവൽ, 9:20 റോഹ, 12:25 രത്നഗിരി, 5:10 മഡ്ഗോൺ, 9:18 ഉടുപ്പി, 11:45 മംഗളൂർ ജംഗ്ഷൻ എത്തലോടുകൂടെ ഈ വണ്ടിയുടെ രണ്ടാം ദിവസം അവസാനിക്കുകയാണ്. രാത്രി 12:34 കാസർഗോഡ്
കാസർഗോഡ്, 3:52 കണ്ണൂർ, 3:10 കോഴിക്കോട്, 3:51 തിരൂർ, 4:55 ഷൊർണൂർ, 6:22 തൃശൂർ, 7:55 എറണാകുളം ജംഗ്ഷൻ, 9:27 ആലപ്പുഴ, 10:08 കായംകുളം ജംഗ്ഷൻ, 10:52 കൊല്ലം ജംഗ്ഷൻ, 12:30 ഈ വണ്ടി തിരുവനന്തപുരം നോർത്തിൽ എത്തിച്ചേരുകയാണ്. 2005 മാർച്ച് 30 തുടക്കം കുറിച്ചത്. മന്ത്രി നിതീഷ് കുമാറാണ് ഈ ട്രെയിൻ പരമ്പരയെ അവതരിപ്പിച്ചത്. 2019 ഫെബ്രുവരി 8 മുതൽ ഈ വണ്ടി ICFൽ നിന്നും LHBയിലേക്ക് കൺവേർട്ട് ആവുകയും ചെയ്തു. കുറഞ്ഞ ചിലവിൽ ഏറ്റവും കൂടുതൽ ദൂരം നല്ല ഫെസിലിറ്റീസോടെ സഞ്ചരിക്കാൻ പറ്റുക എന്ന രൂപത്തിലാണ് ഈ വണ്ടിയെ ഇറക്കിയത്. ഈ വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഈ വീഡിയോയുടെ അടിയിലിട്ടാൽ ഈ വീഡിയോ കാണുന്നവർക്ക് അതൊരു ഉപകാരമായിരിക്കും. പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ബായ്.